ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നേരത്തെ വിട്ടിട്ടാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയാണേ. അപ്പോൾ നേരത്തെ വിട്ട് സ്കൂള്. അപ്പോൾ ഞാൻ ബസ്സിൽ റീചാർജ് ചെയ്യണം. അപ്പോൾ തുഷാറിനെ കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. പക്ഷേ എനിക്ക് റീചാർജ് ചെയ്യാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഇതാ ഇവന് ഞങ്ങളെ സഹപ്രവർത്തകനാണ്. ഞങ്ങളെ കൂടെ ഞങ്ങളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവനെ കണ്ട് അപ്പോൾ ഇവനക്ക് പണി അങ്ങ് കൊടുത്ത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ നോക്കുകയാണ് അതെങ്ങനെയാണെന്ന്. എനിക്കറിയാം, പക്ഷെ ചില സമയം അതങ്ങോട്ട് പൈസ കയറില്ല. അപ്പോൾ ഓൾറെഡി അതിൽ പൈസ ഉണ്ടെന്ന് പറയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, തുഷാര വരാൻ വൈകുമോ, നമുക്ക് ചായ കുടിച്ചാലോ. ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു ഷോപ്പുണ്ട് ഇവിടെ. ഞാൻ തുഷാരക്ക് എപ്പോഴും പോയി കുടിക്കുന്നൊരു ചായക്കട. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ചായ കുടിക്കാം തുഷാര വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണേ. മലയാളി ഷോപ്പാട്ടാ, നല്ല ടേസ്റ്റാണ് അവിടുത്തെ സ്നാക്സൊക്കെ. നമ്മുടെ നാട്ടിലത്തെ എല്ലാ കടികളും ഉണ്ട്, അതും തേടി പോവാൻ ഞങ്ങൾ. ഭാസ്കർ ഒരു പാട്ട് പാട്, ഒരു പാട്ട് പാട്. ഇങ്ങ പാര് ഒരു പാട്ട് പാട്. പാട്. സ്ലോ മോഷനിലൊരു വീഡിയോ എടുത്ത് തരുമോ, എൻ്റെ ചാനലിടാനെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ എന്തൊക്കെയോ എന്നെ കളിയാക്കിയും കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അവൻ്റെതൊക്കെ ഐഫോണാണ്. അപ്പോൾ അതിൽ അടിപൊളിയാണ് വീഡിയോ എടുക്കുമ്പോൾ. അപ്പം ചായ കുടിക്കാനുള്ള തത്രപ്പാടിലാണ് മക്കളെ. ആഹാ, അടിപൊളി ചായ ഉണ്ട്. ഞങ്ങളുടെ മലയാളക്കട അടിപൊളി ചായയാണോ മക്കളെ? ഞാൻ എപ്പോഴാ കുടിക്കും നോക്കും. ആഹാ, കുറച്ച് മധുരം ഇട്ട ഇന്ന് അടിപൊളിയാവർക്കും. ഇപ്പോഴാണ് ഇത് കളിച്ച് നോക്കും മക്കളെ. ഇത് മലയാളത്തിലുള്ളതാണ്. ഇത് കൂട്ടുണ്ട് മക്കളെ, സാപ്പിട്ട് നോക്കും. അടിപൊളി. അവൻ എന്നെ കളിയാക്കിയും കൊണ്ട് എന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഇൻട്രസ്റ്റ് ഒക്കെ പറയില്ലേ, അതിലാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയും കൊണ്ട് അവർ പറയുന്നത്. തുഷാര വരുന്നുണ്ട് കേട്ടോ. ഓളൊന്ന് അബായ ഇട്ടത്. ഞങ്ങൾക്ക് യൂണിഫോം അല്ലെങ്കിൽ അബായ, പക്ഷേ അബായ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ യൂണിഫോം ഇടണം. ഭയങ്കര ചൂടല്ലേ. അപ്പം ഞാൻ യൂണിഫോം മാത്രമേ ഇടൂ. ഇന്നോള് അബായ ഇട്ടിട്ടോ. അപ്പം ഞങ്ങൾക്ക് ബസ് കയറാൻ ഈ ബ്രിഡ്ജ് അങ്ങോട്ട് കിടക്കണം. എനിക്ക് DTCൻ്റെ മുമ്പിൽ നിന്ന് കയറാം, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് ഇവരെ കൂടെ പോകാമെന്ന്. ഇവരൊക്കെ ഒരേ സ്ഥലത്താണ്, ഷാർജ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ദുബായിൽ. അപ്പോൾ ഇവരെ കൂടെ പോകാമെന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ പോകണം. ഈ ബ്രിഡ്ജ് എന്താ പറയുക, ഇതിൻ്റെ അപ്പുറത്ത് കിടന്നാലേ ഞങ്ങൾക്ക് ഷാർജ ബസ് കിട്ടുള്ളൂ, ഇപ്പുറത്ത് ദുബായ് ബസ്സും കിട്ടും. മറ്റേ എനിക്ക് പോകാനുള്ള എൻ്റെ സ്ഥലത്തേക്കുള്ള ബസ്സും കിട്ടും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് നേരത്തെ കുറേ ടൈം ഉണ്ടല്ലോ, അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഇവിടെ കൂടെ പോകാമെന്ന് കേട്ടോ. ഇവിടെ അടിപൊളി ഷോപ്പുകളുണ്ട് കേട്ടോ, നല്ല ടീ ഷോപ്പുകളുണ്ട്. എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. നമ്മുടെ നാട്ടിലത്തെ അതേ കടി, നാട്ടിൽ നിന്ന് പോലും ഞാൻ കഴിക്കാത്ത ബീഫ് കൽമാസ്, ഫിഷ് കൽമാസ് ഒക്കെ ഇവിടെ നിന്നാട്ടോ കഴിച്ചത്. അടിപൊളി ടേസ്റ്റാണ്. അതേമാതിരി ഫ്രഷ് മിൽക്ക് ടീ ഒക്കെ അടിപൊളിയാണ്. എനിക്കും ഇവക്കും തന്നെയാണ് പണി. ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടെ കൂടുമ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ടീ കുടിക്കും. അതേമാതിരി ഭയങ്കര പൈസയാണ്. നാട്ടിലത്തെ പൈസ നോക്കുകയാണെങ്കിൽ നമ്മളൊന്നും കഴിക്കില്ല എൻ്റെ മക്കളെ, ഒന്നും കഴിക്കില്ല. എന്താ വെച്ചാൽ അത്രയ്ക്ക് പൈസയാണ്. ഫ്രഷ് മിൽക്കിന് 2 ദിർഹം, സുലൈമാനിക്ക് 1 ദിർഹം. 1 ദിർഹം എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിലത്തെ 23 രൂപയായില്ലേ. അപ്പോൾ ഒരു ചായക്കന്നെ എത്ര പൈസയായി. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഒന്നും നോക്കലില്ല. ഇതാണ് ആ ബ്രിഡ്ജ് കേട്ടോ, കണ്ടില്ലേ? അടിപൊളി വ്യൂ ആണ്. അപ്പോൾ പിന്നെ അവന് പോയി. പിന്നെ ഞാനും തുഷാരയും മാത്രമായി. ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറിയിട്ടാ. ഇഷ്ടംമാതിരി സീറ്റ് ഉണ്ട് ഇവിടെ, പക്ഷേ സീറ്റൊന്നും നിൽക്കാതെ അഹങ്കാരം പിടിച്ചിട്ട് കണ്ടില്ലേ, പുറകിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ട്. എന്താ വെച്ചാൽ സീറ്റ് ഉണ്ടായിട്ടും ഞങ്ങളിങ്ങനെ നിന്ന് സ്വറ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അതൊരു അടിപൊളി വൈബല്ലേ. അപ്പം ഈ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ടുണ്ട്, വേറൊരു ഫ്രണ്ടുണ്ട്, അവളെ വീട്ടിൽ പോയപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് അടിപൊളിയാണ് റൂം കാണാൻ. ഷാർജ സൈഡിൽ പൈസ കുറവാണ് കേട്ടോ.
ഷാർജ സൈഡിൽ പൈസ കുറവാണ്. നമ്മളെ ഭാഗത്തൊക്കെ ദുബായിയൊക്കെ ഭയങ്കര പൈസയാണ്. ഇത് 800 ദിർഹത്തിൻ്റെ റൂമാണിത്. പക്ഷെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അവൾ ഫാമിലി ആയിട്ടാണ്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്ത് അയക്കടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല ഡോള്, ഇവളൊരു എന്താ പറയുക പ്രാന്തിയാണ്, മറ്റേ ഡോളിൻ്റെ ഒരു പ്രാന്തി കേട്ടോ അവൾ. അപ്പം ഞാൻ കുറേ ഡോളുണ്ട് കണ്ടില്ലേ, എല്ലായിടത്തും പാവക്കുട്ടികളാണ്, എല്ലായിടത്തും കട്ടിൻ്റെ മേലെ വരെ പാവക്കുട്ടികളാണ്, ജിറാഫ്. അപ്പം ഞാൻ ഫാൻ കണ്ടില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഫാൻ ഇങ്ങനെ എന്താ പറയുക സീലിങ്ങിൽ ഫിറ്റ് ചെയ്തിട്ട്, സൈഡിലല്ല സീലിങ്ങിൽ. അപ്പോൾ ഇത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക അവൾക്ക്, ഈ റൂം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. പക്ഷെ അവൾക്ക് അത് പറ്റൂല കേട്ടോ. എന്താ വെച്ചാൽ ആ 2 കണ്ണുള്ള ആ ഡോളുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതിലൊന്ന് അടിച്ചു മാറ്റിയാലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു അതിലൊന്നിനെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേത് ഒറ്റയ്ക്കാവില്ല. അത് മാത്രമല്ല മറ്റേതും കൂടെ ഉണ്ടാകുമ്പോൾ മറ്റേത് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ചായ കുടിക്കാൻ ഭയങ്കര കൊതി. പക്ഷേ കിച്ചണിൽ നോക്കുമ്പോൾ നിറയെ ആളുകൾ, എന്താ വെച്ചാൽ ഫാമിലി എല്ലാവരും താമസിക്കുന്നില്ലേ, ബെഡ് സ്പേസും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഭയങ്കര ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞ അവളോട് നമുക്ക് കെറ്റിലിൽ കാപ്പി വെക്കാമെന്ന് പറഞ്ഞു, നെസ്കഫിൽ കാപ്പി വെക്കാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ അടിച്ച് മാറ്റിയതാണ്, മറ്റേ ഇത് ഇഞ്ചിയൊക്കെ ചതക്കുന്നത്. അപ്പോൾ അവൾക്ക് വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് സ്നാക്സൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പഴമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കെറ്റിൽ വെച്ച് വെക്കാം. അപ്പോൾ ഒരു ഉറപ്പുമില്ല, കേടുവരൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങളൊന്ന് പരീക്ഷിച്ചതാണ്, കിച്ചണിലേക്ക് പോകാനുള്ള മടിയുണ്ട്. പാല് അൽമറായി പാലാണ് കേട്ടോ, അൽമറായി. നാട്ടിൽ നിന്ന് പാക്കറ്റ് പാലൊന്നും തൊടാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരാഴ്ചയൊക്കെ ഞാൻ മസിൽ പിടിച്ച് നിന്ന് നോക്കി, പാക്കറ്റ് പാലൊന്നും ഉപയോഗിക്കാതെ. ഇവിടെ കുപ്പിയിൽ ബോട്ടിലുള്ള പാലല്ലേ. പക്ഷെ ഒരാഴ്ച നിന്ന്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല മക്കളെ. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അപ്പോൾ കെറ്റിൽ അങ്ങനെ ചായ തിളപ്പിച്ചു. പക്ഷേ എന്താ പറയുക, അടി പിടിച്ച് പോയിട്ടാ, ഒരു അടി പിടിച്ചൊരു ടേസ്റ്റ്. പിന്നെ ഇപ്പോൾ ചായ കുടിക്കാനുള്ളൊരു കൊതി കൊണ്ട് അത് കലക്കി കുടിച്ച്. പിന്നെ ഞാൻ പറഞ്ഞു വൈകുന്നേരം നമുക്ക് കിടക്കണതിൻ്റെ മുമ്പ് നമുക്ക് അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല പക്കവടയും സമൂസയുണ്ട് കേട്ടോ. പിന്നെ ഇതെന്തെന്നോ ഒരു സാധനം അവിടെ വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഇതുപോലെ എന്താണ് നമ്മളെ ബന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തോ ഇറച്ചിയൊക്കെ വെച്ചിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചായ സത്യം പറഞ്ഞാൽ 10 പൈസക്ക് പറ്റില്ല കേട്ടോ. എന്തോ ഒരു ചൊയ, അടി പിടിച്ചൊരു ചൊവ, പാലടി പിടിച്ചിട്ട് ഒരു ഗുണമില്ലായിരുന്നേ. പിന്നെ ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കിഷ്ടപ്പെട്ടുള്ള റൂം, അടിപൊളി റൂം. ചെറിയ റൂമാണ്, പക്ഷെ എല്ലാ സൗകര്യമുണ്ട്. പിന്നെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയതാണ്. എനിക്കാണ് ഇഷ്ടമല്ല ഈ വലിയ അരി. പക്ഷേ വേറെ ഗീ റൈസിൻ്റെ മറ്റേ ചെറിയ അരി ഇല്ല. അതുകൊണ്ട് പിന്നെ മട്ടൻ ബിരിയാണി വാങ്ങി, ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. രാത്രി ഞങ്ങൾ നടക്കാൻ പോയപ്പോഴാണ് ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടത്. അങ്ങോട്ട് നോക്ക്, മാങ്ങയില്ലേ, മാങ്ങ. നമ്മളെ നാട്ടിലൊക്കെ ഞാൻ മാവിൽ മാങ്ങ കണ്ടിട്ടുള്ളൂ. ഇത് നോക്ക്, ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ ആ ഒരു അറബീൻ്റെ വീടാണ്, നൈസായിട്ട് വീഡിയോ എടുത്താണ്. നല്ല മാങ്ങ പഴുത്ത് നിൽക്കുന്നു. ഞങ്ങൾ കുറേ പോയി നോക്കി, അതിൻ്റെ താഴെ ഒരു മാങ്ങയെങ്കിലും കിട്ടും. പക്ഷെ കിട്ടിയില്ല കേട്ടോ. മാങ്ങ ഇങ്ങനെ പഴുത്ത് ഓറഞ്ച് കളറായി നിൽക്കുക. നല്ല രസമുണ്ട് കാണാൻ. കണ്ടാ ഓറഞ്ച് കളർ കണ്ടാ. പക്ഷെ കിട്ടൂല, കൊതിക്കുക മാത്രമേ നിർവാഹമുള്ളൂ, കിട്ടൂല. മലയാളികളാണെങ്കിൽ ചോദിക്കുകയും ചെയ്ത്, അറബി വീടല്ലേ കേട്ടോ. അടിപൊളി സ്ഥലം. ഇത് രാത്രി ഇപ്പോൾ 1 മണി 1:30 ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാളും മനുഷ്യനൊന്നും ഇല്ലാത്തത്. പിന്നെ രണ്ടാമത് ഒരു ചായ വെച്ച്, അത് പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അസ്സലാമു അലൈക്കും.